അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഈയിടെ വൈറലായിട്ടുള്ള രേണുസുതിന്റെ ഇന്റർവ്യൂ, ഞാൻ അതിനെ കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. രേണുവിന്റെ മുഖച്ഛായ തന്നെ മാറ്റി മറിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു അതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ ഒരുപാട് നെഗറ്റീവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രേണു പെട്ടെന്ന് ആ ഒരു ഇന്റർവ്യൂയോട് കൂടി പോസിറ്റീവായി മാറാണ്. അത് ആ ഇന്റർവ്യൂവിന്റെ ക്വാളിറ്റിനെ കൊണ്ടൊന്നല്ല കേട്ടോ, ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട, ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടാണ്. കാരണം ആ ഇന്റർവ്യൂവിൽ അവതാരികയായിട്ടുള്ള ശാരിക വളരെ മോശം രീതിയിലുള്ള ചോദ്യങ്ങൾ രേണുവിനോട് ചോദിക്കുകയും, വളരെ മോശം എന്ന് പറയുമ്പോൾ അതിലെ കടന്ന് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ശാരിക ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ വലിയ നടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം, എന്തിനാണ് രേണുസുതിനെ ഇങ്ങനെ പറയിപ്പിക്കാൻ നടക്കുന്നത്, ഇങ്ങനെ അഴിഞ്ഞാടി നടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ശാരിക ഇന്റർവ്യൂവിൽ ചോദിച്ചത്. പക്ഷെ അതിനെല്ലാം രേണു വളരെ തന്മയത്വത്തോടു കൂടിയും വളരെ കാമായിട്ടുമാണ് നേരിട്ടത്. മാത്രവുമല്ല ആ ചോദ്യങ്ങൾക്കെല്ലാം രേണു മറുപടി പറഞ്ഞ രീതിയും വളരെ പ്രശംസനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ഇന്റർവ്യൂയോട് കൂടി രേണുവിന്റെ മുഖച്ഛായ അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഈ രേണുവിന്റെ മുഖച്ഛായ മാറിയതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. രേണുവിനോട് ഇമാതിരി ഉൾപ്പെട്ട് ചോദ്യം ചോദിച്ച് അവതാരകയെ പിടിച്ചെല്ലാവരും ഇറക്കിയേറ്റുകയും ചെയ്തു. അതിൽ നമ്മളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വല്ലാണ്ട് കേരളമായതോടെ ഈ അവതാരക തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഒരു ദിവസം മുന്നേ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് മുട്ടൻ കോമഡിയാണ്, ഒന്ന് കണ്ടോക്കാം. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഹോസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതിൽ രേണുസുതി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽ സ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുന്നു. കഴിഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ 2024 മെയ് തൊട്ട് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യുന്നതാണ്. ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവരുടെ ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല, അപ്പൊ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറലാകാറുണ്ട്. ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മള് ഈ തീ എന്നാണ് അവരുടെ സിമ്പിൾ പോലും തീയാണ്. അതിലിരുന്നാൽ നമ്മളെല്ലാരും പൊള്ളും, തീ എപ്പോഴും തൊട്ടാ പൊള്ളും, നമ്മുടെ കൈ പൊള്ളി കൊടുക്കും അല്ലേ, അതാണ് അതിന്റെ ഒരു തീം. ആ പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ്. സോ ഞാൻ ഇച്ചിരി ന്യൂസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ ക്യൂട്ട്നെസ് മാറി വിതറാത്തതുകൊണ്ടും മൈൽ സ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ശരി, അതുകൊണ്ടാണല്ലേ മൈൽ സ്റ്റോൺ നിങ്ങളെ ഓപ്റ്റ് ചെയ്തത്. ഞാൻ കരുതി അവരാദ്യം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നിങ്ങളുടെ കഴിവുകൊണ്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹോട്ട് സീറ്റ് അഥവാ തൊട്ടാ കൈ പൊള്ളുന്ന പരിപാടിയാണ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്തത് അല്ലേ. അപ്പുറത്ത് വരുന്ന ഗസ്റ്റിന്റെ കൈ പൊള്ളിക്കുക, അതിന് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാം. എന്തായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞാൽ നന്നായി. എന്തായാലും കഴിഞ്ഞൊരു വർഷത്തോളമായി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടി ശാരിക ഇന്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ശാരിക പറയുന്നത് അല്ലേ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ശാരിക ചെയ്യുന്ന ഇന്റർവ്യൂകൾക്കെല്ലാം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഈ ഹോട്ട് സീറ്റ് എന്നുള്ള പേരാണ് കേട്ടോ കൊടുത്തത്. കാരണം മറ്റൊന്നല്ലേ, ശാരികക്ക് മാതിരി അപരാധം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശാരികന്റെ ഇന്റർവ്യൂവിന് ഇവരിങ്ങനെ ഒരു പേര് കൊടുത്ത്, എന്ത് ഹോട്ട് സീറ്റ്, എങ്ങനെയുണ്ട് ഐഡിയ. എനിക്കിവിടെ ശാരികയോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പരിപാടിക്ക് എന്ത് വേണമെങ്കിലും പേരിട്ടോളൂ, പക്ഷെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ഒരാളോട് അവരാദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് അതും പറഞ്ഞ് ന്യായീകരിക്കാൻ വരരുത്. ശാരികയോട് എന്തൊക്കെ കുത്തി പറഞ്ഞ് ന്യായീകരിച്ചാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. ബാക്കിയുടെ കേട്ടോക്കാം. സോ ഫൈൻ, ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനടുത്ത് പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന്, രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുതി എത്തി, മറ്റു ഗസ്റ്റിനെ പോലെ എല്ലാവരും കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ശരി, അപ്പൊ പറ്റിച്ചതാണല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ രേണുസുതിയും പിന്നെ ശാരികയും അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആൾക്കാരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് എന്നുള്ളതാണ് ഇപ്പൊ ശാരിക പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു ശാരിക ചേച്ചി, ഇങ്ങനൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവസാനം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് രേണുകയും ശാരികയും തമ്മിൽ നടത്തിയൊരു നാടകമാവാൻ ചാൻസ് ഉണ്ട് എന്ന്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി ഇതിപ്പോ നാടകമാണെങ്കിലും അല്ലെങ്കിലും അതിനെ വെച്ചൊന്ന് ശാരിക ചോദിച്ച ചോദ്യങ്ങളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. കാരണം ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ശാരിക ചോദിച്ചു വിട്ടത്. എന്തായാലും ഇത്രയ്ക്ക് ഇനി പേരെ കയറി ചിരിക്കി അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാലോ, ഇതെല്ലാം നാടകമായിരുന്നു എന്ന്. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞട്ടെ. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിന് മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ വേണമെങ്കിൽ
ഉണ്ട്. എന്തായാലും രേണുസുതിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. രേണുസുതിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്, ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുതി, അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുതി ഇപ്പൊ വലിയ നല്ലതാണ്, രേണുസുതി നേരത്തെ നല്ലത് തന്നെയാണ് ആണല്ലേ. എന്തായാലും ചേച്ചി നല്ലോണം മേയ്ക്കുന്നുണ്ടല്ലേ. അപ്പൊ പ്രേക്ഷകർ നിലവാരമില്ലാത്തവരാണ്, പ്രേക്ഷകർ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ളതാണ് ഇപ്പൊ ശാരിക ചേച്ചി പറഞ്ഞു വെക്കുന്നത്. ഇന്റർവ്യൂവിന് മുമ്പ് വരെ രേണുവിനെ തെറി വിളിക്കുകയും ഇന്റർവ്യൂവിന് ശേഷം രേണുവിനെ പൊക്കി പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകരുടെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നതെന്നൊക്കെ ചേച്ചി ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഏറ്റവും വലിയ മുട്ടൻ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇതേ ചേച്ചി തന്നെ 2 ആഴ്ച മുന്നേ ഫോക്കസ് ന്യൂസ് TV എന്ന് പറഞ്ഞൊരു ചാനലിന് വേണ്ടി രേണു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രേണുവിന്റെ മകന്റെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ അവതാരിക വളരെ മോശം രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ അവതാരിക എയറിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് അന്ന് ഫോക്കസ് ന്യൂസ് TVയിൽ നടന്നത്. അന്ന് രേണുക പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോക്കി. കാരണം എന്തായാലും മലയാളികളുടെ ബോധം എന്തായാലും സോഷ്യൽ മീഡിയയിലെ അകത്തിരിക്കുന്നവരുടെ അത്രയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ജനങ്ങൾ പബ്ലിക്കിന്റെ കമന്റിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ഒരു കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആ കമന്റുകളൊക്കെ ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരംതാണ് പോകുന്നത്. അല്ലെ തന്നെ കുറേയധികം പേരുദോഷങ്ങളുള്ള ഓൺലൈൻ മീഡിയക്ക്. അതെ, എന്ത് തോന്നിവാസവും ചോദിക്കുന്ന ലെവലിലേക്ക് ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസ് തരം താഴെയിരുന്നു. അത് വളരെ മോശമാണല്ലേ. 2 ആഴ്ച മുന്നേ ഫോക്കസ് ന്യൂസ് TVയിൽ പോയിട്ട് ഇമാതിരി പ്രസംഗം നടത്തിയ ആളാണ് ഇപ്പൊ മരിച്ചോൾ മേക്കേഴ്സിൽ വന്നിരുന്ന് നേരെ തിരിച്ചു ചെയ്യുന്നത്. എന്നിട്ട് അതിന് കൊടുത്ത നായകനാണ്. ഹോട്ട് സീറ്റ് ആണ് പോലും. ഹോട്ട് സീറ്റിൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ പോലും. എന്തായാലും ചേച്ചിയുടെ നിലപാട് കൊള്ളാം. ചേച്ചിക്ക് ഓരോ ചാനലിലും ഓരോ നിലപാടാണ്. ഫോക്കസ് ന്യൂസ് TV പോകുന്ന സമയത്ത് ഒരു നിലപാടും മരിച്ചോൾ മേക്കേഴ്സ് ചെല്ലുമ്പോൾ വേറൊരു നിലപാടാണ്. ഇനി നാളെ വേറെ ഏതെങ്കിലും ചാനലിൽ പണിക്ക് പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ വേറെ നിലപാടായിരിക്കും. ചാനലുകൾ മാറുമ്പോൾ ചേച്ചിയുടെ നിലപാട് മാറും. ഇതിപ്പോ ചേച്ചിന്റെ പേര് വെറും ശാരിക എന്ന് മാറ്റിയിട്ട് ഓന്ത് ശാരിക എന്നിട്ട് ആക്കേണ്ടി വരും. കാരണം ഓന്ത് നിറം മാറുന്ന മാതിരിയല്ല നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇതേ ചേച്ചിയുടെ തന്നെ രേണുവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഫോക്കസ് ന്യൂസ് TVയിൽ കിടക്കുന്നുണ്ട്. അതിലെ നിലപാടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുട്ടൻ കോമഡിയാണ് മക്കളെ. ഒരു ഉദാഹരണം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവരിപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കും നോർമലി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവത്തില്ല. സൈബർ റോളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ് അവർ ഈ ട്രോളുകളിലൂടെയൊക്കെ ഈ രേണുസുതിയെ കേൾപ്പിക്കുന്നത്. വേറൊന്നുമല്ല, അല്ലെങ്കിൽ രേണുസുതിയെ പറയുന്നത്. അവരും വളരെ മാന്യമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ അഭിനയമാണ് അവർക്ക് അതിനകത്ത് കാഴ്ചവെക്കുന്നത്. അവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നല്ലേ അവർക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവർ മഞ്ജു വാര്യരെ പോലെ അഭിനയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അവർ മഞ്ജു വാര്യർ വേറൊരു വ്യക്തിയാണ്, രേണുസുതി വേറൊരു വ്യക്തിയാണ്. രേണുസുതിക്ക് നാടകങ്ങളിലൂടെയുള്ള പരിചയമാണ്. രേണുസുതി നാടകത്തിലൂടെയാണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് അവർ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ ഹൈലൈറ്റഡ് ആക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ വളരെ മാന്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? ബിക്കിനിയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്നും വരെ പുകഴ്ത്തി പറയുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്രയും അന്തസ്സോടുകൂടി അഭിനയിക്കുന്ന ഒരാളെ ഇങ്ങനെയധികം ബുള്ളിങ് ചെയ്യുന്ന എന്തിനാണെന്ന് അവർ. അതെ, ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ അന്തസ്സോടും മാന്യമായിട്ടും തന്നെയാണ് രേണുസുതി അഭിനയിക്കുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. ചേച്ചിയുടെ ആ നിലപാട് അഭിനന്ദനാർഹം തന്നെയാണ്. ഇനി ഇതേ ചേച്ചി തന്നെ മരിച്ചോൺ മേക്കേഴ്സിൽ രേണുവിന് മുന്നിൽ കിട്ടിയ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളൊന്നും കേൾക്കണം. എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന്റെ തോന്നലല്ല. അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ് ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോഭന. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും. എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല. എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോ ഞാനല്ലോ തീരുമാനിക്കും. സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും. കുട്ടികളൊക്കെ താങ്കളുടെ വെബ് സീരീസ് കാണിക്കാൻ പറ്റുമോ? അപ്പുറത്തെ ഫോക്കസ് ന്യൂസ് TVയിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് വളരെ മാന്യമായ രീതിയിലല്ലേ രേണു അഭിനയിക്കുന്നത്? അവരെന്തിനാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ ആളാണ് ഇപ്പുറത്ത് വന്ന് നേരെ ഓപ്പോസിറ്റ് ചോദിക്കുന്നത്. പിന്നൊരു ചോദ്യം കൂടി ചോദിച്ചല്ലോ, നിങ്ങൾ വലിയ അഭിനേത്രിയാണ്, ശോഭനയാണെന്നാണ് നിങ്ങളുടെ വിചാരം അല്ലേ? ഇതേ ആൾ തന്നെ ഫോക്കസ് ന്യൂസ് TVയിൽ പോയി പറഞ്ഞെന്താണ്, രേണുക മഞ്ജു വാര്യർ ആവണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്, അവർക്ക് അവരുടെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ടല്ലേ അഭിനയിക്കാൻ പറ്റുന്നൊക്കെ. എന്തൊരു നിലപാടാണല്ലേ ചേച്ചിക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ ചാനലിൽ പോകുമ്പോൾ ചേച്ചിക്ക് ഓരോ നിലപാടാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ഓന്ത് ശാരിക എന്ന് പേരിടേണ്ടിയിരുന്നു. എന്തായാലും ചേച്ചി ഒരു നിലപാട് സിംഹം തന്നെ. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ചേച്ചിയുടെ നിലപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്ത ടോപ്പിക്കുമായി കാണാം.